ഹായ് സ്റ്റുഡൻസ്, ടു ദ വേൾഡ് ഓഫ് അനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ യൂണിറ്റാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കാണാം അല്ലേ? വാവ്, ആൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ് എന്ന് എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടല്ലോ. സീയിങ് ഹർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹർ ഹൗസ്. തൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട് മിത്ര എന്നാണ് വീടിൻ്റെ പുറത്തേക്ക് വരികയാണ്. മിത്രയുടെ കൂട്ടുകാർ ആരൊക്കെയാണ് ആ പിക്ചറിൽ കാണാം അല്ലേ? Children, you have seen the surroundings of Mitra's house. Which creatures are there in the picture? അപ്പോൾ മിത്രയുടെ വീടിൻ്റെ പരിസരമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ക്രിയേച്ചേഴ്സാണ് അവിടെ ഉള്ളത്? ഹെന്നുണ്ട്, ദെൻ ഡോഗ് ഉണ്ട്, ഗോട്ടുണ്ട്, ക്യാറ്റ്, സ്ക്യുറൽ, ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ? among these which creatures do Mitra raise? ഈ കൂട്ടത്തിൽ ഏതൊക്കെ ക്രിയേച്ചറിനായിരിക്കും മിത്ര വളർത്തുന്നത്? which creatures do humans raise as pets? അപ്പോൾ ആളുകൾ പെറ്റുകളായിട്ട്, വളർത്തു മൃഗങ്ങളായിട്ട് ഏതൊക്കെ ക്രിയേച്ചേഴ്സിനെയാണ് വളർത്തുന്നത്? ഹെന്നിനെ വളർത്തും അല്ലേ? ദെൻ വീടുകളിൽ ഗോട്ടിനെ വളർത്തും, കവ്വിനെ വളർത്തും, ക്യാറ്റ്, ഡോഗ് ഇവയൊക്കെ നമ്മൾ എന്താണ് പെറ്റ്സായിട്ട് വളർത്താറുണ്ട്. വൈ ഡു വി റൈസ് അനിമൽസ്? എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ മൃഗങ്ങൾ വളർത്തുന്നത്? ഒന്നാമത്തെ എന്താണ്? ഫോർ ഫുഡ്, ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി. ദെൻ ഫോർ സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. പിന്നെന്താ? ഫോർ ഇൻകം എന്ന് കൊടുക്കുക അല്ലേ, വരുമാന മാർഗം പോലെ. ദെൻ പാഷൻ, ചില ആളുകൾ ആ ഒരു മൃഗത്തോടുള്ള സ്നേഹം കാരണവും വളർത്തും. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് അനിമൽസ് ബെനിഫിറ്റ് അസ്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസ്, നമ്മൾ വളർത്തുന്ന അനിമൽസ് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ബെനിഫിറ്റ് നൽകുന്നത്, എന്തൊക്കെ ഗുണങ്ങളാണ് നൽകുന്നത് എന്നാണ് താഴെയുള്ള ടേബിൾ. അപ്പോൾ അവിടെ ഗോട്ട് എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഗോട്ട് എന്താ തരിക? മിൽക്ക്, മീറ്റ്. ദെൻ ഹെന്നാണെങ്കിൽ എഗ്ഗ്, മീറ്റ്. കവാണെങ്കിലും മിൽക്ക്, മീറ്റ്. പിന്നെ ഡക്കിനെ വളർത്താറുണ്ട്. ഡക്ക് എന്നാണ് എഗ്ഗ്, മീറ്റ്. അപ്പോൾ അതുപോലെ നിങ്ങൾ വളർത്തുന്ന ഓരോ മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് എന്നവിടെ ലിസ്റ്റ് ചെയ്യണം. വി റേസ് അനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മളെന്താണ് ഓരോ മൃഗങ്ങളെയും പല പല പർപ്പസ്, പല ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം അനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. എന്നാണ് ചില അനിമൽസിൻ്റെ പാല്, മുട്ട, അതുപോലെ തന്നെ അവരുടെ മാംസം, ഇതൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. വി കീപ് സം അനിമൽസ് ഫോർ പ്ലഷർ. മറ്റ് ചില അനിമൽസ് എന്താണ് നമ്മളൊരു പ്ലഷർ, സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാഷനൊക്കെ വേണ്ടിയിട്ടും വളർത്താറുണ്ട് അല്ലേ? ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ്? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. അപ്പോൾ ഇനി പിക്ചറിൽ തന്നിരിക്കുന്ന ക്രിയേച്ചേഴ്സിൻ്റെ പേര് എഴുതാനാണ്. ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് ലിസാർഡ്. രണ്ടാമത്തെ ഒച്ചാണല്ലോ, ഒച്ചിന് സ്നെയിൽ എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ആൻഡ്, ഉറുമ്പുകൾ. ദെൻ അടുത്ത പക്ഷി ഏതാണ്? കോപ്പർ പോട്ട്, നമ്മൾ ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന പക്ഷി. ദെൻ സെൻറ്റിപ്പേഡ്. ദെൻ ബാറ്റ്, വവ്വാലുകൾ. മംഗൂസ്. ദെൻ തേരട്ട, മില്ലിപ്പേഡ്. അപ്പോൾ ഇത്രയും ക്രിയേച്ചേഴ്സിൻ്റെ പേരുകളാണല്ലേ അവിടെ ഉള്ളത്. അതിനൊക്കെ സ്പെല്ലിംഗ് എല്ലാവരും പഠിച്ചു വെക്കണം. ദേ ലിവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. നമ്മുടെ വീടിൻ്റെയും ചുറ്റുപാടിലൊക്കെ കാണപ്പെടുന്ന അനിമൽസിന് അല്ലെങ്കിൽ ജീവികളെയാണ് ആ പിക്ചറിൽ കണ്ടത്. ആർ ദർ എനി ഡൊമസ്റ്റിക് അനിമൽസ് എമംഗ് ദീസ്? ഇനി ഇവരുടെ കൂട്ടത്തിൽ ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ടോ? ഏതെങ്കിലും ഈ അനിമൽസിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മൾ വളർത്താറുണ്ടോ? ഇല്ല. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ EVS ഡയറി. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ വീടിന് ചുറ്റും കാണുന്ന ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? അവരുടെയൊക്കെ പേര് നിങ്ങളുടെ EVS ഡയറിയിൽ എഴുതാനാണ്. ഹൗ മെനി ക്രിയേച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്? ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്? എന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടി, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാനാണ്. ടൈനി വൺസ് ആൻഡ് ജയൻസ്. ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ജയൻസ് എന്ന് പറഞ്ഞാലോ വലിയത്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. ദേ സേ ദ നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ്. അങ്ങനെ മിത്രയും അവളുടെ ഫ്രണ്ട്സും എന്നാണ് ഈ ക്രിയേച്ചേഴ്സിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് കളിക്കുകയാണ്. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രിയേച്ചേഴ്സ്? ഇറ്റ് ബിക്കെയിം ദ കോണ്ടസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ആര് എന്നതാണ് അവരുടെ ഈ ഒരു മത്സരം. ഗ്രാസ് ഹോപ്പർ, ഫയർ ഫ്ലൈ, ക്യാംലിയൻ, ബീറ്റിൽ, കഫ്. ദേ ഡിഡ് നോട്ട് ഫർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുക, ഓരോരോ ജീവികളുടെ പേരിങ്ങനെ വിളിച്ച് പറയണം. അതുപോലെ തന്നെ ഇവരവിടെ പിക്ചേഴ്സും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ കാണാൻ അവർ വരച്ചത്. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രൂ? മിത്ര വരച്ച ചിത്രങ്ങളാണത്. ഷാൾ വി പ്ലേ ദ സെയിം ഗെയിം? അപ്പോൾ നിങ്ങളോട് ഈ സെയിം ഗെയിം കളിക്കാനാണ് ക്ലാസ്സിൽ. ഇതുപോലെ ക്രിയേച്ചേഴ്സിൻ്റെ പേര് പറയുക, ഇങ്ങനെ വരച്ചിട്ടൊക്കെ ഗെയിം കളിക്കാനാണ്. പ്രസൻറ്റ് ദ സൗണ്ട് ഓർ മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ ക്രിയേച്ചേഴ്സ് വിതൗട്ട് നെയിമിങ് ദം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ ക്രിയേച്ചേഴ്സ്. ഇനി വേറൊരു ഗെയിം പറയുന്നുണ്ട്.
ഏതെങ്കിലുമൊക്കെ ഒരു അനിമലിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവിയുടെ സൗണ്ട് ഉണ്ടാക്കിയോ അല്ലെ അവരുടെ ഇമിറ്റേറ്റ് ചെയ്യുക, അവരുടെ മൂവ്മെൻ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യുക അത് ഏത് ക്രിയേച്ചറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗെയിമുകളൊക്കെ കളിക്കാനാണ്. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് നെയിംസ് ഓഫ് ക്രിയേച്ചർ ദാറ്റ് യു ഫൗണ്ട് ആൻഡ് ഡ്രോ ആൻഡ് കളർ ദം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്, നിങ്ങൾ കണ്ടെത്തിയ ക്രിയേച്ചേഴ്സിൻ്റെ പേര് എഴുതുക ഒരു കോളത്തിൽ, അടുത്ത കോളത്തിലായിട്ട് അതിൻ്റെ പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യുക. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ടേബിളിൽ നിന്ന് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് അനിമൽ ഇൻ യുവർ ലിസ്റ്റ്, നിങ്ങളുടെ ലിസ്റ്റിലുള്ള സ്മോളസ്റ്റ് അനിമൽസ് ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റിലുള്ള ലാർജസ്റ്റ് അനിമൽ ഏതാണ്. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് അനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ സൈസ്. അപ്പോൾ അവരുടെ സൈസിനനുസരിച്ച് നിങ്ങളോട് ടേബിൾ അറേഞ്ച് ചെയ്യാനാണ്. ഇപ്പോൾ ആദ്യം ഏറ്റവും ചെറുത്, പിന്നെ ഇങ്ങനെ വലുത് വലുത് അങ്ങനെ എഴുതാം. ഹാവ് യു നോട്ടീസ് ദ ടൈനി ക്രിയേച്ചർ ഇൻ യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏറ്റവും ചെറിയ ക്രിയേച്ചേഴ്സിനെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു സീൻ മെനി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്, വിച്ച് ആർ ദേ. ഇനിയിപ്പോൾ സ്കൂളിൻ്റെ ചുറ്റുപാടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും ചെറിയ ചെറിയ ഒരുപാട് ക്രിയേച്ചേഴ്സിനെ കാണാൻ പറ്റൂലേ, അവ ഏതൊക്കെയാണ്? ആർ ദേ ആൾ ഓഫ് സെയിം സൈസ്? ലെറ്റ് us observe them together. Please use the hand lens for your observations. അപ്പോൾ എന്താണ്, ഒരു ഹാൻഡ് ലെൻസ് യൂസ് ചെയ്ത് നിങ്ങളെ ചുറ്റുമുള്ള ഏറ്റവും ചെറിയ ക്രിയേച്ചേഴ്സിനൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് അല്ലേ. എവിടെയൊക്കെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? ഇൻ ദ സോയിൽ, മണ്ണിൽ നോക്കാം അല്ലേ. ദെൻ ഇൻ ദ പ്ലാന്റ്സ്, ചെടികളിൽ നോക്കാം. ഇൻ ദ വാട്ടർ ബോഡീസ്, ജലാശയങ്ങളിലൊക്കെ നോക്കാം. ദെൻ ഇൻ ദ ട്രീസ്, ചെറിയ ചെറിയ മരങ്ങളിൽ നോക്കാം. ഇൻ ദ ഫീൽഡ്സ്, വയലുകളിൽ. ഇൻ ദ ഫോറസ്റ്റ്, കാടുകളിലൊക്കെ ചെറിയ കുറ്റിക്കാടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ ജീവികളെ കാണാൻ പറ്റും. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ടൈനി ക്രിയേച്ചർ ദാറ്റ് യു ഫൗണ്ട് ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടെത്തിയ ടൈനി ആയിട്ടുള്ള കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ പേര് എഴുതാനാണ്. ഏതൊക്കെ എഴുതാം? ബോം, പുഴുക്കൾ. ദെൻ ഫ്ലൈ, ഈച്ചകൾ. ദെൻ ഹണി ബീസ്, തേനീച്ചകൾ. അതുപോലെ തന്നെ മസ്കിറ്റോസ്, കൊതുകുകൾ. പിന്നെ ചെറിയ ഫ്രോഗ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് ടൈനി ക്രിയേച്ചേഴ്സിനെ നമുക്ക് ചുറ്റുമായിട്ട് കാണാൻ കഴിയും. ദെൻ ഫിംഗർ ഡ്രോയിങ്സ്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ദ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിംഗ് ദം ഓൺ എ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ കൈ മഷിയിൽ മുക്കിയിട്ട് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് ആ ആനിമൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ കൂടുതൽ പിക്ചേഴ്സ് വരയ്ക്കാനാണ്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്, എല്ലാ ആനിമൽസിനും ഒരേ ഫീച്ചേഴ്സാണോ ഉള്ളത്? അല്ലല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഐഡൻറ്റിഫൈ ദ അനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ്. ഓരോ അനിമൽസിൻ്റെയും ശരീരഭാഗങ്ങൾ, പല ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. അത് നോക്കിയിട്ട് അനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഒരു എലഫൻറ്റിൻ്റെ കാലാണ് അല്ലേ. ദെൻ സെക്കൻഡ് വൺ പീകോക്കിൻ്റെ ചിറകാണ്. ദെൻ തേർഡ് വൺ സീബ്ര ആൻഡ് ഫോർത്ത് വൺ എന്താണ്, ഒരു ഹെന്നിൻ്റെ കാലുകളാണ് അല്ലേ. ഹൗ ഡു ദീസ് അനിമൽസ് ഡിഫർ, എങ്ങനെയൊക്കെയാണ് ഈ അനിമൽസ് വ്യത്യസ്തമാവുന്നത്? കളർ, അവരുടെ കളർ ഡിഫറെൻ്റ് ആണ്. ദെൻ സ്പോട്സ്, അവരുടെ ശരീരത്തിൽ കാണുന്ന കുത്തുകളും പുള്ളികളൊക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ. പിന്നെ സൈസ്, എല്ലാത്തിനും വലിപ്പം ഒരുപോലെയാണോ? അല്ല, ഷേപ്പ്, ഇവയുടെ ശരീരത്തിൻ്റെ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. ആർ ദ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഒബ്സർവിങ് ദ കളർ. ഈ കളറ് നോക്കിയിട്ട് നമുക്ക് അനിമൽസിനെ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനത്തെ അനിമൽസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് ദ ഹോൺസ്. അതുപോലെ തന്നെ കൊമ്പുകൾ നോക്കിയിട്ട് നമുക്ക് അനിമൽസിനെ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഹൗ അബൌട്ട് സ്പോട്സ്, ഇനി ശരീരത്തിലെ പുള്ളികൾ നോക്കിയിട്ട് അനിമൽസിനെ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും അല്ലേ. കാരണം ഓരോ അനിമൽസും അവരുടെ കളറിലും ഇനിയിപ്പോൾ അവരുടെ കൊമ്പായാൽ കൊമ്പിലും അല്ലെങ്കിൽ ശരീരത്തിലുള്ള പുള്ളികളിലും കുത്തിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. എവറി ക്രിയേച്ചർ ഇസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ് ആൻഡ് സ്ട്രൈപ്സ്. അപ്പോൾ എന്തൊക്കെ? ഷേപ്പ്, ശരീരത്തിൻ്റെ ആകൃതി, സൈസ്, വലിപ്പം, ദെൻ കളറ്, ഹോൺസ്, അവരുടെ കൊമ്പുകൾ, നെയിൽസ്, നഖങ്ങൾ, ദെൻ സ്പോട്സ്, ശരീരത്തിലുള്ള പുള്ളികൾ, സ്ട്രൈപ്സ്, ശരീരത്തിലുള്ള വരകൾ. ഇതിലൊക്കെ എന്താണ് ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി അടുത്ത സെക്ഷനാണ് സീ ക്രിയേച്ചേഴ്സ്, കടലിലുള്ള ജീവികളെ കുറിച്ചാണ്. വി നോ ദാറ്റ് ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. കടലിൽ നിന്നാണ് പലതരം മീനുകളുണ്ട്. സീ ഈസ് ദ ഹാബിറ്ററ്റ് നോട്ട് ഓൺലി ടു ദ ഫിഷസ് ബട്ട് ആൾസോ ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. ഇനിയിപ്പോൾ കടലിൽ ഫിഷസ് മാത്രമാണോ? അല്ലല്ലേ, വേറെ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. ദർ ആർ മോർ ക്രിയേച്ചേഴ്സ് ഇൻ സീ ദാൻ ഓൺ ലാൻഡ്. കരയിൽ കാണപ്പെടുന്നതിനേക്കാളും കൂടുതൽ ജീവികളുള്ളത് കടലിലാണ്. വിച്ച് സീ അനിമൽ ഡു യു നോ, നിങ്ങൾക്കറിയാവുന്ന സീ അനിമൽസ് ഏതൊക്കെയാണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. സീ ദ പിക്ചേഴ്സ് ഓഫ് സം സീ ക്രിയേച്ചേഴ്സ്. കുറച്ച് സീ ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സീ ഹോഴ്സ്, സീ ഹെഡ്ജ് ഹോഗ്, സീ ക്യൂക്കമ്പർ ആൻഡ് സീ കൗ. ഇനി വേറെ സീ ക്രിയേച്ചേഴ്സിൻ്റെ പേരുകൾ കണ്ടെത്തി എഴുതണം.
വൈ ഡു ദീസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? അവരുടെ പേരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്? കാരണം അവർ കടലിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അവർ സി എന്ന് തുടക്കത്തിൽ വരുന്നത് അല്ലേ? ദെൻ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ വെയിൽ ഇസ് ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത് ദാറ്റ് ലിവ്സ് ഇൻ ദ സീ. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ക്രിയേച്ചേഴ്സാണ് ബ്ലൂ വെയിൽ. അവ കടലിലാണ് ജീവിക്കുന്നത്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷസ്. എന്താണ്, ഒരു മീനിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളല്ല ഈ ഒരു നീലത്തിമിംഗലം. ബ്ലൂ വെയിൽസ് ഗിവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അതുപോലെ തന്നെ അവരെന്താണ്, അവരുടെ ഭാവി തലമുറയ്ക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്. ഇനി ഓരോ അനിമൽസും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. പിക്ചറിൽ എന്താണ്, പേപ്പർ കൊണ്ട് കുറച്ച് അനിമൽസിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഏതൊക്കെ അനിമൽസാണ്? ഡഫ്, പ്രാവുണ്ട്, ദെൻ ഫ്രോഗ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ? മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. ഇനി നിങ്ങളോട് പേപ്പറൊക്കെ മടക്കി ഇതുപോലെ ഉണ്ടാക്കാനാണ്. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്. ഇനി നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ രൂപങ്ങളുണ്ടല്ലോ, അവ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഡു ആൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ. ഈ ലോകത്തുള്ള എല്ലാ ക്രിയേച്ചേഴ്സും, എല്ലാ ജീവികളും ഒരുപോലെയാണോ മൂവ് ചെയ്യുന്നത്? കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. ഇനി മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ ഒന്ന് തരംതിരിക്കുകയാണ്. ആദ്യത്തെ കളിയിൽ എന്താണ്, വാക്കിംഗ് ക്രിയേച്ചേഴ്സാണ്, നടക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ചുറ്റും ഒരുപാട് കാണാറുണ്ടല്ലേ, ഡോഗ്, ക്യാറ്റ്, ടൈഗർ, ലയൺ, ഗോട്ട്, കവ്, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് തന്നെ ഉണ്ട്. ദെൻ ക്രൗളിങ് ക്രിയേച്ചേഴ്സ്. ക്രൗളി പറഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത്. സ്നേക്ക്, ലിസാർഡ്, സ്നെയിൽ, സെൻറ്റിപ്പെഡ് ഒക്കെ. ദെൻ ഫ്ലൈയിങ്, പറക്കുന്ന എന്താണ്, പാരറ്റ്, ഡവ്, ഈഗിൾ, വൾച്ചർ, അങ്ങനെ ഒരുവിധം എല്ലാ പക്ഷികളെയൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ദെൻ സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്, വെള്ളത്തിൽ ജീവിക്കുന്ന ക്രിയേച്ചേഴ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വിമ്മിങ് ആണല്ലേ. ഫിഷ്, ഫ്രോഗ്, ദെൻ ക്രാബ്, ക്രോക്കഡൈൽ, ടോട്ടോയിസ്, ഇതുപോലുള്ള ക്രിയേച്ചേഴ്സൊക്കെ. ഈസ് ദർ എനി ക്രിയേച്ചർ ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ? ഇനി ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് ഉണ്ടോ? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ് ആൻഡ് ഗ്രാസ് ഹോപ്പേഴ്സ്. ഫ്രോഗ്, തവളകളും പുൽച്ചാടികളും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അവരെ ചാടിയിട്ടാണല്ലേ പോകുന്നത്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ക്രിയേച്ചർ? ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ജീവിയുടെ ശരീരഘടനയും അവരുടെ മൂവ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ ഷുവറായിട്ടും ഒരു ക്രിയേച്ചറിൻ്റെ ബോഡി ഫീച്ചർ, ശരീരഘടനയും അവരുടെ മൂവ്മെൻറ്റും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു ഉദാഹരണം നോക്കുക, നമ്മൾ പാമ്പുകളുടെ എടുക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് കൈകളും കാലുകളും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അവർ ഇഴഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഫിഷിനെ നോക്കുകയാണല്ലോ, അവർക്ക് വാലുകളും അവരുടെ ചിറകുകളും അങ്ങനെ ഒരു ശരീരഘടന ഉള്ളതുകൊണ്ടാണ് അവർക്ക് നീന്താൻ കഴിയുന്നത് അല്ലേ? ഇനി ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഓരോ ക്രിയേച്ചേഴ്സും അവരുടെ ബോഡി ഫീച്ചേഴ്സും മൂവ്മെൻറ്റും. ഇപ്പോൾ ആദ്യത്തെ എന്താണ്, ഒരു ഹോഴ്സാണ്. 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്. ബാക്കിലേക്ക് വളക്കാൻ കഴിയുന്ന രീതിയിലുള്ള 4 കാലുകൾ. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? നടക്കുക, അതുപോലെ തന്നെ റൺ, വാക്ക് ആൻഡ് റൺ. ഇനി പാമ്പാണെങ്കിലോ, നോ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, അത് ക്രൗളിയാണ് ചെയ്യുക, ഇഴയുക. ദെൻ പക്ഷികൾ, അവരുടെ ബോഡി ഫീച്ചേഴ്സ് എന്താണ്, അവർക്ക് ഫെതേഴ്സ് ഉണ്ട്, വിങ്സ് ഉണ്ട്, സ്മോൾ ബോഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എയറിൽ എന്താണ്, ഫ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ലെഗ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്താണ്, നടക്കാനും പറ്റും. ദെൻ ഫിഷിൻ്റെ കാര്യത്തിൽ എന്താണ്, ഒന്ന് അവരുടെ ബോഡി സൈസ് സ്മോൾ ആയിരിക്കും, പിന്നെ ഫിൻസ്, ചിറകുകളുണ്ടാവും, അതുപോലെ തന്നെ വാലുകളും. ഇതുകൊണ്ട് തന്നെ അവരെന്താണ്, നീന്തുകയാണ് ചെയ്യുന്നത്, അവരുടെ മൂവ്മെൻറ്റ്. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക്. ഒരു ഡക്കിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഡക്ക് എന്താണ്, വെള്ളത്തിലൂടെ നീന്തുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലൂടെ പറക്കുന്നുണ്ട്, പിന്നെ നടന്നും പോകുന്നുണ്ട്. ആർ ദർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ. അപ്പോൾ ഈ ഡക്കിനെ പോലെ ഒരു രീതിയിൽ മാത്രമല്ലാതെ പല പല രീതികളിലും മൂവ് ചെയ്യാൻ പറ്റുന്ന ജീവികളുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ട്, ബേഡ്സിലെ ബേഡ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, പറക്കാനും നടക്കാനുള്ള കഴിവുണ്ട്. ദെൻ ഫ്രോഗ് ആണെങ്കിലും എന്താണ്, നീന്തും, അതുപോലെ തന്നെ ചാടി പോകും. ടോട്ടോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആമകളും വെള്ളത്തിൽ നീന്താനും കരയിലൂടെ നടക്കാനും അവർക്ക് പറ്റും. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്. ഇതുപോലെ കൂടുതൽ ജീവികളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് എഴുതാനാണ്. ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് അബൌട്ട് ടേബിൾ. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ ഒന്ന് വലുതാക്കാനാണ്. ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൂടുതൽ അനിമൽസിനൊക്കെ ഈ ഒരു ടേബിളിൽ ആഡ് ചെയ്യുക. ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് എൻവിറോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലിവ്സ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഓരോ ജീവിക്കും എന്താണ്, അവരുടെ മൂവ്മെൻ്റ് ഉണ്ട്, അവരുടേതായ മൂവ്മെൻ്റ് ഉണ്ട്. അതെന്തിനനുസരിച്ചിരിക്കും? അവരുടെ ബോഡി ഫീച്ചേഴ്സ്, ശരീരഘടന, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലിവ്സ്, അവർ ജീവിക്കുന്ന ചുറ്റുപാട്. ഈ രണ്ടെണ്ണത്തിനനുസരിച്ചാണ് ഓരോ ക്രിയേച്ചറും മൂവ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ പലതരം ജീവികളെയും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ മൂവ്മെൻറ്റൊക്കെയാണ് നോക്കിയത്. ഇനി ഭക്ഷണമാണ്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. ആൻഡ്സ് ആൻഡ് സ്മോൾ ഇൻസെക്റ്റ് ആർ മൈ ഫുഡ്. ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇവർ നമ്മളുടെ കോൺവെർസേഷനിൽ ഇവർ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് പറയുന്നുണ്ടല്ലേ. ഹാവ് യു റെഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻറ്റിസ് ആൻഡ് ബട്ടർഫ്ലൈ. അപ്പോൾ ഈ ഒരു മാൻറ്റിസിൻ്റെയും ബട്ടർഫ്ലൈയുടെയും കോൺവെർസേഷനിൽ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് എ ഫ്യൂ അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. അപ്പോൾ ഈ ടേബിളിൽ കുറച്ച് ക്രിയേച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെയൊക്കെ ഭക്ഷണം എന്താണെന്നാണ് എഴുതേണ്ടത്. ഇപ്പോൾ കൗ ആണെങ്കിൽ എന്താണ്, ഗ്രാസ് പുല്ല്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ചെടികൾ കഴിക്കും. ദെൻ ക്രോ കാക്കയാണെങ്കിൽ ഇൻസെക്റ്റുകൾ പല ജീവികളെ കഴിക്കും. ദെൻ മീറ്റ് ഫിഷ്. എലഫൻ്റ് ആണെങ്കിലോ ലീവ്സ്, ഷുഗർ കെയിൻ, ബനാന, കോക്കനട്ട്. സ്ക്യൂറൽ എണ്ണാനാണെങ്കിൽ നട്ട്സും ഫ്രൂട്ട്സും. ദെൻ ഹെന്നാണെങ്കിൽ റൈസ്, വീറ്റ്, ഇൻസെക്ട്സ്. ഈഗിൾ എന്നാണ് മീറ്റാണ് കഴിക്കുക. കിങ് ഫിഷർ ഫിഷിന് കഴിക്കുന്നു. ദെൻ ഫ്രോഗ് ഇൻസെക്റ്റ്. ടൈഗർ ആണെങ്കിലോ മീറ്റാണ് കഴിക്കാറ്. ദെൻ ഗോട്ടാണെങ്കിൽ ലീവ്സും പ്ലാന്റ്സും ഒക്കെയാണ് കഴിക്കുക. വിച്ച് എമംഗ് ദ ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഈ ലിസ്റ്റിൽ ഇലകൾ അല്ലെങ്കിൽ ചെടികളുടെ ഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ആരൊക്കെയാണ്? കവ്, എലഫൻറ്റ്, ഗോട്ട്, സ്ക്യൂറൽ അല്ലേ. ഇനിയോ വിച്ച് ക്രിയേച്ചർ ഈറ്റ് ഓൺലി മീറ്റ്. ഇനി മാംസം മാത്രം ഭക്ഷിക്കുന്നത് ആരൊക്കെയായിരുന്നു? ഈഗിൾ, ലയൺ, കിങ് ഫിഷർ. വിച്ച് ക്രിയേച്ചർ ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. ഇനി രണ്ടും കഴിക്കുന്നവരാരൊക്കെയാണ്? ക്രൗ, ഹെൻ, ഫ്രോഗ്. അപ്പോൾ ഇവരെ നമുക്ക് ഈ ഒരു ജീവികളെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? ഇതിൽ സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളിൽ പ്ലാന്റ് പാർട്ട് മാത്രം കഴിക്കുന്നവർ, അതുപോലെ തന്നെ മീറ്റ് മാത്രം കഴിക്കുന്നവർ. ഇനി രണ്ടും പ്ലാന്റ് പാർട്സും അതുപോലെ തന്നെ മീറ്റ് ഒരുപോലെ കഴിക്കാൻ കഴിയുന്നവ. ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കാം. ഇനി 3 ഗ്രൂപ്പിന് ഓരോരോ പേര് വെച്ച് പറയും. ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കാൾഡ് ഹെർബിവോറസ്. ചെടികളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇലകളൊക്കെ മാത്രം കഴിക്കുന്ന ജീവികളെ നമ്മൾ ഹെർബിവോർസ് എന്ന് പറയും. ഇനിയോ ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ അവരെ കാർണിവോർസ് എന്ന് പറയും. ദെൻ രണ്ടും കഴിക്കുന്നവരാണെങ്കിലോ ഒംനിവോർസ് എന്ന് പറയും. അപ്പം കാറ്റഗറി ഏതൊക്കെയാണ്? ഹെർബിവോർസ്, കാർണിവോർസ് ആൻഡ് ഒംനിവോർസ്. ഇനി ഇവിടെ കുറച്ച് ജീവികളുടെ പിക്ചർ ഉണ്ട്, അതിന് നേരെ കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്യാനാണല്ലേ. കാർണിവോറസിന് ഒരു യെല്ലോ, ഒംനിവോർസ് ആകുമ്പോൾ ഗ്രീൻ, ഹെർബിവോർസിന് റെഡ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ കാർണിവോഴ്സായിട്ട് ആരൊക്കെയാണ് വരുന്നത്? കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്നവർ. അതിൽ ടൈഗറും ലിസാർഡും വരുന്നു. ദെൻ ഒംനിവോഴ്സ്, അതായത് പ്ലാന്റ് പാർട്സും മീറ്റും കഴിക്കുന്നവർ. അതിൽ ചിക്കൻ വരാം, ഫ്രോഗ് വരാം അല്ലേ. ദെൻ ഹെർബിവോഴ്സ്, പച്ചിലകളും പുല്ലും മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണ്? കവുണ്ട്, ദെൻ ഡീറുണ്ട്, ബഫല്ലോ ഉണ്ട്, ബട്ടർഫ്ലൈ, റാറ്റ് ആൻഡ് ഹണി ബി അല്ലേ. ഇനി കൂടുതൽ ആയിട്ടുള്ള ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ഒംനിവോഴ്സിൻ്റെ പേര് എഴുതി കൊടുക്കാനാണ്, കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനാണ്. അപ്പോൾ ഹെർബിവോഴ്സിൽ ആരൊക്കെ എഴുതാം? ഗോട്ട്, സ്ക്യൂറൽ, റാബിറ്റ്, ഡീർ, ബഫലോ. ദെൻ കാർണിവോഴ്സ് ആകുമ്പോൾ ലയൺ, ടൈഗർ, ചീറ്റ, വൾച്ചർ, ഈഗിൾ, വോൾഫ്, ഷാർക്ക്. ദെൻ ഒംനിവോഴ്സിന് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബിയർ, പിഗ്, hen, duck, cockroach. Is there any connection between the body features of a creature and their food habits? What's your opinion? Right. ഇപ്പോൾ കുറച്ച് മുമ്പേ നമ്മൾ നോക്കി ബോഡി ഫീച്ചേഴ്സും അല്ലെങ്കിൽ ശരീരഘടനയും ഓരോ ജീവികളുടെ മൂവ്മെൻറ്റും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ശരീരഘടനയും ഓരോ ജീവികളുടെ ഭക്ഷണശീലവും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് നോക്കാനാണ്. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രിയേച്ചർ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ്. ഈ ജീവികളുടെ ഏത് ശരീരഭാഗമാണ് അവരെ ഭക്ഷണം പിടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പം ഡക്കാണെങ്കിൽ ഡക്കിൻ്റെ ബീക്ക്, കൊക്കുകൾ, അതുപോലെ തന്നെ കാലുകൾ അല്ലേ. ദെൻ ഈഗിളാണെങ്കിലോ ബീക്ക്, കൊക്കുണ്ട്, അവയുടെ ലെഗ്സ്, കാലുകളുണ്ട്, അതുപോലെ തന്നെ നെയിൽസ്, നഖങ്ങളുണ്ട്. ദെൻ ഫ്രോഗ് ആണെങ്കിൽ ടങ്, അതിൻ്റെ നാക്ക് അല്ലേ. ദെൻ ലയൺ ആകുമ്പോൾ അതിൻ്റെ ടീത്തുകളും നെയിലുകളും. Carnivores use their sharp nails to attack their prey. They use their sharp pointed teeth to bite and tear their prey. അപ്പോൾ കാർണിവോഴ്സ് ഇവരെന്താ ചെയ്യുന്നത്? അവരുടെ ഷാർപ്പായിട്ടുള്ള കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇരകളെ പിടിക്കുന്നത്. ഷാർപ്പായിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കടിച്ച് ഭക്ഷിക്കുന്നത്. ദെൻ കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. ഇനി കാർണിവോറസിലുള്ള ബേർഡ്സ് ഉണ്ടാവില്ലേ, കഴുകനെ പോലുള്ളൊക്കെ ബേർഡ്സ്, ഇവരെങ്ങനെയാണ് തൻ്റെ ഷാർപ്പായിട്ടുള്ള ബീക്സ്, കൊക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു
ജീവികളെ കൊത്തി കഴിക്കുന്നത്. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗ്യാതറിങ് ഫുഡ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ്, അവരാ നഖങ്ങൾ ആ പിക്ചറിൽ കാണാമല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് അവർ ആ ജീവികളൊക്കെ പറന്ന് വന്ന് റാഞ്ചിയൊക്കെ എടുത്ത് പോകുന്നത്. The structure of the teeth of herbivores is suited to chew plant parts. ഇനി ഹെർബിവോറസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പല്ലുകൾ എന്താണ് ഈ ചെടികളെയൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. Many forms one life. Mitra was playing in the courtyard. There were some light yellow pearly object in the plant. Mitra called her mother. Mother looked at the leaves. അപ്പോൾ മിത്ര കോർട്ട്യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലീഫിൽ കണ്ട പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ എന്താണ് അമ്മയെ വിളിച്ച് കാണിക്കണം. ദീസ് ആർ ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈ ഡിയർ. അപ്പോൾ അമ്മ പറയുകയാണ് ഇത് ബട്ടർഫ്ലൈ പൂമ്പാറ്റകളുടെ മുട്ടയാണെന്ന് പറയണം. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദ എഗ്. അപ്പോൾ ആ ഒരു എഗ്ഗിൽ നിന്നും ബട്ടർഫ്ലൈ പുറത്ത് വരുന്നത് കാണാൻ അവൾ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യണം അല്ലേ. വാട്ട് സർപ്രൈസ്, ഷീ സോ ഓൺലി വേംസ്. പക്ഷേ അവൾ എന്താ കണ്ടത്, കുറച്ച് പുഴുക്കൾ മാത്രമാണ് കണ്ടത്. മോം, ആർ ദ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ബട്ടർഫ്ലൈ. ഇത് ബട്ടർഫ്ലൈൻ്റെ എഗ്ഗന്നല്ലേ എന്ന് തൻ്റെ അമ്മയോട് ചോദിക്കണം. ദീസ് വോംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ, ഇറ്റ് ഇസ് കാൾഡ് ലാവ. അപ്പം അമ്മ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വോംസ് പുഴുക്കൾ എന്നാണ് പതിയെ ബട്ടർഫ്ലൈ ആവും. ഈ ഒരു പുഴുക്കളെ നമ്മൾ ലാവ എന്നാണ് വിളിക്കുന്നത്. മിത്ര ബിക്കെയിം ക്യൂരിയസ് ആൻഡ് ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ വോം ഇൻ ദ ഫോളോയിങ് ഡേയ്സ്. അങ്ങനെ അവർക്കെന്താണ് അവൾക്കൊന്നുകൂടെ ക്യൂരിയോസിറ്റി വന്ന് അവൾ ഓരോ സ്റ്റേജും ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. Observe the pictures and find out the names of each stage and write its features in your environmental diary. അപ്പം ഈ പിക്ചറിൽ ഓരോ സ്റ്റേജിൻ്റെയും പേര് എഴുതി കൊടുക്കാനാണല്ലേ. അപ്പോൾ ആദ്യം ഇത്ര കണ്ടെന്താണ് എഗ്ഗാണ്. പിന്നെ ആ എഗ്ഗിൽ നിന്ന് പുഴു അഥവാ ലാർവ വന്നു. ദെൻ ആ ലാർവ എന്താണ് പ്യൂപ്പയായി മാറി. പിന്നീട് അത് ബട്ടർഫ്ലൈ ആയിട്ട് മാറും. ഇതാണ് ഒരു ബട്ടർഫ്ലൈയുടെ ബർത്ത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇഫ് യു ഒബ്സർവ് ദ ബോട്ടം ഓഫ് ദ കറി ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ എഗ്സ് സ്റ്റിക്കിങ് ദർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കറി ലീവ്സ് വേപ്പിലയുടെ ചെടിയോ അല്ലെങ്കിൽ മറ്റ് ഇലകളൊക്കെ നോക്കിയാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കുഞ്ഞു എഗ്സ് കാണാൻ പറ്റും. അതിൽ നിന്നും പതിയെ ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഇനി അവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനെ കളർ ചെയ്യാനാണ്. Observe these butterflies are in the design on the wings. See how about the butterfly that you colored. ഇനി ഈ താഴെ കൊടുത്തിരുന്ന രണ്ട് ബട്ടർഫ്ലൈ കണ്ടോ, ഇവരുടെ രണ്ടുപേരുടെയും ചിറകിലുള്ള ഡിസൈൻസ് ഒരുപോലെയാണോ? അല്ല. ഇനി നിങ്ങൾ കളർ ചെയ്തത് എങ്ങനെയാണ്, അതും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഡു ദ വിങ്സ് ഓഫ് ആൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദസ്. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യാനാണ്. അവരുടെയൊക്കെ ചിറകുകൾ ഒരുപോലെയാണോ, അവരുടെ നിറങ്ങൾ ഒരുപോലെയാണോ, പാറ്റേൺ ഒരുപോലെയാണോ എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ പിക്ചറിൽ കുറച്ച് കുട്ടികളെന്നാണ് പൂമ്പാറ്റകളെ നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊരു ഗേള് പറയുന്നുണ്ട് ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഇസ് ഗിവൻ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. ഓരോ ബട്ടർഫ്ലൈയിലുള്ള വർഗ്ഗങ്ങൾക്കും എന്താണ് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്. അപ്പം മറ്റു കുട്ടികൾ ബട്ടർഫ്ലൈസിന് പേരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അവിടെ പിക്ചറിൽ രണ്ട് ബട്ടർഫ്ലൈയുടെ പേര് കൊടുത്തിട്ടുണ്ട്, കോമൺ ജെസബൽ, കോമൺ ഗ്രാസ് യെല്ലോ. രണ്ട് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തോ കൊടുത്തിട്ടുണ്ട്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഇസ് സദേൺ ബേർഡ് വിങ്. ഗരുഡശലഭം, അതായത് കേരളത്തിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഗരുഡശലഭം എന്നാണ് പറയുന്നത്. പിക്ചറിൽ കാണാം. ദെൻ ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജീവൽ, രത്നനീലി. ഏറ്റവും ചെറുതിനെ രത്നനീലി എന്നാണ് പറയുന്നത്. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീക്കോക്ക്, ബുദ്ധമയൂരി. ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ ഏതാണ്, ബുദ്ധമയൂരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവരും ഓർത്ത് വെക്കുക. ദ പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൻ ബിലോ. ഈ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടോണി കോസ്റ്റർ, കോമൺ പിയററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മെർമോൺ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. ഇനി നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ പേരുകൾ എഴുതാനാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ബട്ടർഫ്ലൈസിനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ?
നമ്മുടെ ചുറ്റുപാടും കാണുന്ന കോമൺ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് അവയൊക്കെ. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. ഇനി ഒരു ബട്ടർഫ്ലൈ ചെടിയെ ആശ്രയിക്കുന്നത് 2 കാര്യങ്ങൾക്കൊക്കെയാണ്. ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ് എന്നതിനൊക്കെയാണ്. ഒന്ന് മുട്ടയിടാൻ, രണ്ടാമത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ദ കോമൺ മെർമൺ ബട്ടർഫ്ലൈ യൂഷ്വലി ലേസ് എഗ് ഓൺ ദ സിട്രസ് പ്ലാന്റ്സ് ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു കോമൺ മെർമൺ ബട്ടർഫ്ലൈ ആ പിക്ചറിൽ കാണുന്ന ബ്ലാക്ക് ബട്ടർഫ്ലൈ ഇവർ യൂഷ്വലി എഗ്ഗ് എവിടെയാണ് മുട്ടയിടുന്നത്? സിട്രസ് പ്ലാന്റ്സ്, നാരങ്ങ പോലുള്ള ചെടികളിലും അതുപോലെ തന്നെ ഓറഞ്ച് ബെറി പ്ലാന്റിലുമാണ്. ദെയർ ലാർവ ഈറ്റ്സ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈൻ്റെ ലാർവേസ് ഈ ഒരു ചെടിയുടെ ഇലകളാണ് കഴിക്കുന്നത്. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ് ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ്. ഇനി ഇവർ ബട്ടർഫ്ലൈ ആകുമ്പോൾ ഇവരുടെ ഭക്ഷണം എന്താണ്? തേനാണ് അല്ലേ. ചെമ്പരത്തി പോലുള്ള ചെടികളുടെ തേനാണ് ഇവർ ഭക്ഷിക്കുന്നത്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, ദെൻ റാറ്റൽ വീൽഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലിയാൻഡർ ഓർ അരളി that attract butterflies in your school biodiversity garden. Observe what type of butterflies came to the garden. അപ്പോൾ കുറച്ച് ചെടികളുടെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗാർഡനിലേക്ക് കൂടുതൽ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. താഴെ നോക്കൂ, ഒരു ചിത്രം ഉണ്ടല്ലേ. അതിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. ബേർഡായിട്ടുണ്ട്, ഫിഷ്, സ്നേക്ക്, ഫ്രോഗ്, അങ്ങനെ ഒരുപാട് ക്രിയേച്ചേഴ്സ് അതിൽ കാണാം. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജീവികളുണ്ടല്ലേ. ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഫോറസ്റ്റ്, കാടുകൾ, പോണ്ട് എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, പിന്നെ ട്രീസ്, മരങ്ങളിലുണ്ട്, ദെൻ റിവർ, പുഴകൾ, ഫീൽഡ്സ്, വയലുകൾ, ദെൻ സോയിൽ, മണ്ണ്, ഇവിടെയൊക്കെ ഇവർ ജീവിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഇവയൊക്കെ ഇല്ലാതായി, ഇവർക്ക് വംശനാശം സംഭവിച്ചാൽ എന്താണ് നടക്കുക? ദ എർത്ത് ബിലോങ്സ് ടു എവ്രി വൺ, ഡസൻറ്റ് ഇറ്റ്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലേ, എല്ലാവർക്കുമായിട്ടുള്ളതാണ്, ഈ ക്രിയേച്ചേഴ്സിനും കൂടെ ഉള്ളതാണ്. വാട്ട് കെൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രിയേച്ചേഴ്സ് ലിവ്. ഇനി ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇവർ ജീവിക്കുന്ന സറൗണ്ടിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡു നോട്ട് ത്രോ വേസ്റ്റ് എന്നാണ്. വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതിരിക്കുക. പിന്നെ ഡോണ്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കാതിരിക്കാം. ഡോണ്ട് ഫിൽ ഫീൽഡ്സ്, വയലുകൾ നികത്താതിരിക്കാം. ഡോണ്ട് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് അല്ലേ, കെമിക്കൽ ആയിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതിരിക്കുക. ദെൻ ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ ബോഡീസ്, കുളങ്ങളും റിവറുകളൊന്നും എന്താ പൊല്യൂട്ട് ചെയ്യാതിരിക്കുക, വേസ്റ്റ് ഒന്നും ഇട്ടിട്ട്. ലെറ്റ്സ് അസസ്. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ് ലൈക്ക് കാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. അപ്പം മിത്ര എന്ത് ചെയ്തു? അവളുടെ ക്യാറ്റിനെയും ഗോഡ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇവയുടെ ബോഡി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് അനലൈസ് ചെയ്തൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ക്യാറ്റാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഈറ്റ് മീറ്റ്, മീറ്റാണ് കഴിക്കുന്നത്. ഗോട്ടാണെങ്കിലോ ഈറ്റ് പ്ലാന്റ് പാർട്ട്, ചെടികളുടെ ഭാഗങ്ങളാണ് കഴിക്കുന്നത്. ക്യാറ്റിന് ഷാർപ്പ് നെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോട്ടിന് എന്താണ് ആ ഷാർപ്പ് നെയിൽസ് ഇല്ല. ദെൻ നോ ഹോൺസ് ആൻഡ് ഹൂവ്സ്. ക്യാറ്റിന് എന്താണ് കൊമ്പുകളോ അല്ലെങ്കിൽ കുളമ്പുകളോ ഇല്ല. ഗോട്ടിനാകുമ്പോൾ കൊമ്പും കുളമ്പും ഉണ്ട്. രണ്ടിനും ഹെയറി ബോഡിയാണ് അല്ലേ. ക്യാറ്റ് എന്താണ് ഷോർട്ട് ആൻഡ് സ്മാൾ ആണ്. ഗോട്ട് ക്യാറ്റിനേക്കാളും കുറച്ച് ബിഗ് ബോഡിയാണ്. ദെൻ രണ്ടും ഡൊമസ്റ്റിക് അനിമൽസ് ആണെന്ന് പറയാം. പിന്നെ ക്യാറ്റ് ഒംനിവോഴ്സ് ആണ്, ഗോട്ട് ഹെർബിവോഴ്സ് ആണ് അല്ലേ. ഇനി താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇതിൽ കുറേ സീ ക്രിയേച്ചേഴ്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവയെ കണ്ടെത്തി അവരുടെ പേര് എഴുതി കൊടുക്കാനാണ്. ഇനി ഇവിടെ നോക്കൂ, തേർഡ് ആക്ടിവിറ്റിയിലൊരു ഡക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഡക്ക് ബിലോങ് ടു അക്കോർഡിംഗ് ടു ഫുഡ് ഹാബിറ്റ്സ്. ഇനി ഒരു ഭക്ഷണശീലത്തിൽ ഡക്ക് ഏത് കാറ്റഗറിയിലാണ് വരിക? ഡക്ക് ഒംനിവോഴ്സ് ആണ്. If the duck was a carnivore like eagle, what body features will it have? True and add them. ഇനി ഡക്ക് ഈ പരുന്തിനെയൊക്കെ പോലെ മാംസങ്ങൾ ഭക്ഷിക്കുന്ന ഒരു കാർണിവോർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ മാറ്റം ഇവിടെ ബോഡിയിൽ കൊടുക്കാമെന്ന് നിങ്ങളോട് വരച്ച് ചേർക്കാനാണ്. എന്തൊക്കെ മാറ്റം വരുത്താം? ഒന്ന്, നമുക്ക് അവിടെ കൊക്കുകൾ എന്താണ് കുറച്ചുകൂടെ ഷാർപ്പാക്കി കൊടുക്കാം. പിന്നെ കാലുകളിൽ നല്ല നഖങ്ങളൊക്കെ വരച്ച് കൊടുക്കാം അല്ലേ. പിന്നെ വലിയ ചിറകുകളൊക്കെ കൊടുക്കാം. അതായത് പറന്ന് വന്ന് ഈ ചെറിയ പക്ഷികളെയൊക്കെ റാഞ്ചാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ ഇവരുടെ ബോഡിയിൽ വരച്ച് കൊടുക്കുക നിങ്ങൾ. ദെൻ ചാപ്റ്ററിൽ 2 എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആർ ദ ബട്ടർഫ്ലൈസ് അറൗണ്ട് അസ് ഓഫ് സെയിം സൈസ് ആൻഡ് കളർ? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ദ
similarities and differences. Collect pictures and create a butterfly album. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസ്, നിങ്ങൾ കാണുന്ന ബട്ടർഫ്ലൈസിനൊക്കെ സെയിം സൈസും കളറും ആണോ? അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഓരോ ബട്ടർഫ്ലൈസ് തമ്മിലുള്ളതെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ബട്ടർഫ്ലൈ ആൽബം ഉണ്ടാക്കാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അല്ലേ. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്, വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്ലാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ. അപ്പോൾ ഒരു പോണ്ടോ ഫീൽഡോ അല്ലെങ്കിൽ ഒരു കാടൊക്കെ വിസിറ്റ് ചെയ്യാം. റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് ക്രിയേച്ചേഴ്സ് യു ഐഡൻറ്റിഫൈഡ്. അവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള വേരിയസ് ക്രിയേച്ചേഴ്സിൻ്റെ പേരുകൾ എഴുതുക. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ എനി 2 such ക്രിയേച്ചേഴ്സ്. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും 2 ക്രിയേച്ചേഴ്സിനെ കുറിച്ച് ഒരു ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് അടുത്ത ആക്ടിവിറ്റി. സോ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, അനിമൽസിനെ കുറിച്ചാണല്ലോ. അനിമൽസിൻ്റെ ലോകത്തെക്കുറിച്ചാണ്, അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവരുടെ ഫുഡിനെ പറ്റി, അവരുടെ താമസത്തെ പറ്റി, അവരുടെ മൂവ്മെൻറ്റിനെ പറ്റി, പിന്നെ ബട്ടർഫ്ലൈസിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മലയാളത്തിൽ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു ഓൾ.